Welcome to our channel Superwoman 369. ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഈ ചാനലിൽ കാണിക്കുന്ന ഒരു സ്വീറ്റാണ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റുമാണ്. ഹെൽത്തി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റാണ്. എൻ്റെ കൊച്ചുമക്കൾക്ക് രണ്ടുപേർക്കും അത് ഒരുപാട് ഇഷ്ടമായി. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ്, ഒരു 1/2 കപ്പ് സേമിയയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു 10ഓളം കാഷ്നട്ട് എടുത്ത് ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10ഓളം ബദാം പരിപ്പും എടുത്ത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു 10 വാൽനട്ട് എടുത്തും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് പഞ്ചസാരയ്ക്ക് പകരം ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. പഞ്ചസാര ചേർത്താലും മതി. ഒരു 10 ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കണം നമുക്ക്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഇട്ട് വെച്ചു. ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് ഞാൻ. ഇതൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് എടുത്ത് വെച്ചിരിക്കുന്നതിലോട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി വെക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. എന്നാലും ഇതൊന്ന് ചേർക്കുന്ന സമയത്ത് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒഴിക്കാവുള്ളൂ. കാരണം ഇത് അടിയിലങ്ങ് മട്ട് പോലെ അടിയും. ഇനി നമുക്കൊരു പാനിനകത്തിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇപ്പം നന്നായിട്ടൊന്ന് ഉരുകിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂപ്പിച്ച് കോരി വെക്കാം. ചെറിയ തീയിലിട്ട് മൂപ്പിച്ചാൽ മതി. ഇത് കരിയാതെ ശ്രദ്ധിക്കണം. ഇപ്പോഴൊരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അതേ പാനിലേക്ക് തന്നെ നമുക്ക് ആ സേമിയയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ഇച്ചിരി കട്ടിയുള്ളതുകൊണ്ട് ഇച്ചിരി ടൈം എടുത്തു. നല്ലത് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. കരിയാതെ എടുക്കണം. അപ്പോൾ അതിലേക്ക് ഇനിയും നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഇതൊന്ന് വേവിച്ച് എടുക്കണം. സോഫ്റ്റ് ആവുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് ഇതിനകത്തിലെ പാലും വറ്റും. ടോട്ടൽ ഇതിനൊരു 3 കപ്പ് പാലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. സേമിയ ഇപ്പോൾ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തിലെ പാല് വറ്റുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിനകത്തിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇനി സേമിയയ്ക്ക് ഈ മധുരവും കൂടെ ഒന്ന് പിടിച്ച് പാലും വറ്റി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതിലെ പാലെല്ലാം വറ്റിയിട്ടുണ്ട്. മധുരമൊക്കെ പിടിച്ചിട്ടുണ്ടാവും നന്നായിട്ട്. ഇനി ഇരുന്നും കൂടി ഇച്ചിരി ഒന്ന് വറ്റും. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ബാക്കിയുള്ള പാല് ഞാൻ അടുപ്പിലേക്ക് വെച്ചു. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. തിള വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. ഇപ്പോഴിതിന് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാരണം ഇത് പെട്ടെന്നങ്ങ് കുറുകെ കിട്ടും. ഇപ്പോഴിത് റെഡിയായി കഴിഞ്ഞു. ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഞെരടി കുഴച്ചെടുക്കാം. ഇപ്പോഴിത് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അതിൽ ബൗളിൽ ഞാനൊന്ന് നെയ്യ് തടവിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് അതിൻ്റെ പകുതിയോളം ബിസ്ക്കറ്റ് പൗഡർ അതിനകത്തിലേക്ക് ഇട്ടിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണ്. ഒന്ന് പ്രസ് ചെയ്ത് അത് ലെവലാക്കി ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. അതും ഏകദേശം പകുതിയോളം എടുത്തിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് വെച്ചു. ബാക്കി പകുതി ബിസ്ക്കറ്റ് പൗഡർ വേറൊരു ബൗളിലേക്ക് ഇട്ടിട്ട് അതും അതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് വെച്ചു. അതിൻ്റെ മുകളിലേക്ക് പകുതി ഉണ്ടായിരുന്ന സേമിയയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതും കൂടെ ലെവൽ ചെയ്യുകയാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് കസ്റ്റേർഡ് കുറുക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുകയാണ്. 2 പാത്രത്തിലും നമ്മൾ കസ്റ്റേർഡും ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഉണ്ടല്ലോ, അതൊന്ന് ഒരു ചെറിയ ഡിസൈനോട് കൂടി ഞാൻ ഇടുകയാണ്.
അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്ക് 4 മണിക്ക് വരുമ്പോഴത്തേക്കൊക്കെ ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കും കുഞ്ഞുങ്ങൾ. അതുപോലെ ഇത് ചൂടോടെ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അതുപോലെ തണുത്തിട്ട് വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാം. ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് കിട്ടും. ഇവിടെ നല്ല തണുപ്പാണ്, അതുപോലെ പനിയുടെ സീസണുമാണ്. അതുകൊണ്ട് തണുപ്പിക്കുന്നില്ല, ചൂടോടെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.